ഇപ്പം ഡബിംഗ് ഒക്കെ ഇപ്പൊ സീസൺ ആവാൻ പോകുന്നത് ഈ ഉത്സവ സീസൺ ആവാൻ എൻ്റെ പ്രത്യേകം വെച്ചാൽ ഉത്സവത്തിന്റെ അമ്പലത്തിൽ അനൗൺസ്മെന്റും കിട്ടും, അവിടുത്തെ സ്റ്റേജ് പരിപാടിയും കിട്ടും. രണ്ടും കിട്ടും. രണ്ടും കൊട്ടേഷൻ. ഒരു കാര്യം ചെയ്യാം, ഒരു ഉത്സവത്തിന് നമ്മളൊരു പബ്ലിഷ് ചെയ്യുന്ന ഒരു ചെറിയൊരു സംഭവം എൻ്റെ നാട്ടിലെ അമ്പലത്തിൽ തന്നെ പറയാം. കൈലാസം ശ്രീ ശക്തി ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവ മഹാമകം ഈ വരുന്ന മാർച്ച് 22 മുതൽ, ഇത് മെയിൽ. കൈലാസം ശ്രീ ശക്തി ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവ മഹാമകം ഈ വരുന്ന മാർച്ച് 20 മുതൽ. സംഭവം പൊളിയാണോ? ചേച്ചി കൊള്ളായിരുന്നോ? കൊള്ളാമെങ്കിൽ അവിടെ നിന്ന് ചെറിയ കയ്യടി കൊടുക്കാൻ പ്രയത്നം കേട്ടോ. ഉണ്ടോ? അവിടുന്ന് ഉണ്ട്. നമ്മൾ AMCILസിലാണ് ഉള്ളത്, കൊട്ടാരക്കര. അപ്പോൾ അവിടെ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഇതെന്താ ഈ സംഭവം നടക്കുന്നതെന്ന്. നമ്മളിപ്പോൾ ചെയ്യുമ്പോഴേ കുറേ പഴയത് കേട്ട് കുറേ പ്രയത്നം ചെയ്ത് കേട്ടിട്ടുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും ചെയ്യാനായിട്ട്? പുതിയതുണ്ട്. നമ്മുടെ ജയജയയിലെ അമ്മയുടെ, അതായത് ബേസിലിന്റെ അമ്മയായിട്ട് ചെയ്തത്. കുടശനാട് കനകൻ ചേച്ചി. ശരി, നാടനടിയാണ്, നല്ല ആർട്ടിസ്റ്റാണ്. ശരി, അപ്പൊ അമ്മയുടെ ശബ്ദം ഒന്ന്. കുടശനാട് കനകം. എൻ്റെ മോന് കിട്ടിയത് അടിയൊന്നും അല്ലേ, നീ കേൾക്കണം കേട്ടോ. അയ്യോ, അടിയൊന്നും അല്ല, ചവിട്ട്. എൻ്റെ മോന് ഇതേമേ ആരെങ്കിലും ഒരു മനുഷ്യനെ എങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടെ നിന്ന് ചവിട്ടും കൊണ്ട് എൻ്റെ കീർക്കം വീഴുന്ന അപ്പുറത്ത് ജംഗ്ഷനില്ല, കൊട്ടാരക്കര, അവിടെ നിന്നാ പറക്കി എടുത്തോണ്ട് വന്നേ. അവിടെ വീണ്ടും ആ ചേച്ചി കൈ അടിച്ചോണ്ടിരിക്കുക. ഫാനാന്ന് തോന്നുന്നു. അത് ഇനി നിർത്തിയിട്ട് പോകാനാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളെ സ്റ്റേജുകളിലൊക്കെ പോയി ചെയ്യുന്ന അങ്ങനെ ആണല്ലോ. എടാ, ഇത് കേട്ടപ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. ആരും ഇത് അനുകരിച്ച് അധികം കണ്ടിട്ടില്ല, എനിക്ക് ആരും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ചെയ്യുന്ന പ്രയത്താന്ന് തോന്നുന്നു. ഞാൻ അമ്മയുടെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടു, നിന്നെ അടിച്ച് തലയ്ക്ക് താഴെടുമ്പോൾ ഉള്ളതല്ല. അതായത് ഞാനിങ്ങനെ ഡയലോഗ് പറയും, എൻ്റെ അമ്മയുടെ വോയിസിന് അമ്മ ലിപ്പ് കൊടുക്കും, ലാസ്റ്റ് എൻഡിൽ ഞാൻ വന്ന് കയറുന്നത്. ഇപ്പം നമ്മൾ ഈ പ്രേക്ഷകരെ കാണുമ്പോഴേ മിക്ക ആൾക്കാർക്കും പല അരോചകമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഉത്സവ പറമ്പിൽ നടക്കാറുണ്ട്, ഈ സ്കിറ്റുകൾ കളിക്കുമ്പോൾ. അപ്പോൾ പ്രജിത്ത് പക്ഷേ സ്കിറ്റിൽ അങ്ങനെ അധികം സപ്പോർട്ടിങ് ആയിട്ടേ ഉള്ളൂ, ചെറുതായിട്ടൊക്കെ പോകുള്ളൂ. പക്ഷെ അങ്ങനെ ഡയറക്റ്റായിട്ട് ലൈവായിട്ട് കേട്ട എവിടെയെങ്കിലും നമുക്ക് ഏറ്റവും വിഷമം പൊട്ട ഏതെങ്കിലും ഉത്സവ പറമ്പിൽ അങ്ങനെ പറ്റിയിട്ടുണ്ടോ? വിഷമങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള വേറൊരു രസകരമായ സംഭവമുണ്ട്. അപ്പോൾ ഞാനും ദീപും കൂടെ ഒരു പരിപാടിക്ക് പോയി. നമ്മളത് അഞ്ചല് ഭാഗത്താണ്. അഞ്ചല് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് സ്റ്റാർ ചെയ്യണം കേട്ടോ. ദീപു സുരാണ്ട സൗണ്ട് ചെയ്ത് ഞാനിങ്ങനെ കാവ്യമാധവൻ ചെയ്യുന്നത്. അപ്പോൾ വെളിയിൽ നിന്ന് ആ കാവ്യമാധവൻ കറക്റ്റ് ആയിട്ടില്ല, ഒന്നുകൂടെ ചെയ്യണം, എന്താടാ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പുള്ളി നമ്മൾ എന്ത് ചെയ്താലും പുള്ളി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം ദീപു പറഞ്ഞ് അകത്ത് പിടിച്ച് കയറ്റി പുള്ളിനെ മൈക്കെടുത്ത് കൊടുത്ത് അണ്ണൻ ചെയ്യാൻ പറഞ്ഞു. എടേ ഞാൻ ചുമ്മാ പറഞ്ഞു, ആര് പറഞ്ഞു? പുള്ളി. അപ്പൊ ദീപു വെച്ച് ഇപ്പൊ മുട്ടുകാലിട്ട് അടിക്കണമെന്ന് കളിയാക്കുന്ന കുറച്ച് ടീമുകളാണ്. അതെ, ലൈവ് സ്റ്റൈലോട്ട് കയറ്റി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ കഴിവില്ലാത്ത ആൾക്കാർ, ചില കഴിവുള്ള ആൾക്കാർ ഏറ്റവും തരം താഴ്ന്ന വേണ്ടിയിട്ട് പുറത്തുനിന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് കുറച്ച് വിഭാഗമുണ്ട്. അത് അവർക്ക് അനിയന്മാരൊക്കെ മെസ്സേജ് ഒക്കെ നമ്മൾ സപ്പോർട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം എങ്ങനെയാണെന്നൊക്കെ. ഇപ്പം പ്രയത്തിന്റെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? കല്യാണം കഴിഞ്ഞു? പ്രയത്തിന് എല്ലാവരും അറിയാം. കഴിഞ്ഞിട്ടില്ല. അഭ്യർത്ഥന നടത്തിയത് എന്തോടാ? ബ്രോക്കർ പണി നടത്തുന്നത്? ഇത് മാട്രിമോണിയാണ് അല്ലല്ലോ. അതല്ല ഞാൻ ചോദിച്ചത്. അമ്മ, അച്ഛൻ, അനിയൻ മാരീഡാണ്, അനിയത്തി, കുഞ്ഞ്. അനിയൻ മാരീഡാണ്. കുഞ്ഞിന് എത്ര വയസ്സായി? അവനിപ്പോ 5 വയസ്സ്. വല്യച്ഛൻ? വല്യച്ഛനാണ് അവൻ. എൻ്റെ കൂടെ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ വല്യച്ഛൻ വിളിക്കും, ഞാൻ ഇവിടെ ചേട്ടാന്ന് വിളിക്കണം. അവൻ എത്ര നീളം? എത്ര ഹൈറ്റ്? എത്ര വയസ്സായി അവന്? 5 വയസ്സുള്ള കൊച്ചിന്റെ ഹൈറ്റാടാ. നിനക്ക് 5 വയസ്സിന്റെ അത്ര ഹൈറ്റ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. കോമഡിയാണ് ഉദ്ദേശിക്കുന്നത്. കോമഡി അല്ല, ഞാൻ ഈ ബോഡി ഷേമിങ് നടത്തിയൊന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നത്. ഇവൻ കുറെ കോമഡി പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതങ്ങോട്ടേക്ക് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ വേറെ ആൾ വരും ഇവിടെ, കോമഡി പറയാനായിട്ട് ആൾ വരും, ജനപ്രിയ കൊമേഡിയൻ വരുന്നുണ്ട് ഇവിടെ. അതാരാ നമുക്ക് പറയണ്ട, ആളെ നമുക്ക് പരിചയപ്പെടുത്താം. സിനിമയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതായത് കൊമേഡിയന്മാർ ഒത്തിരി പേര്, അതായത് മിമിക്രി രംഗത്ത് നിന്ന് കുറേ പേര് സിനിമാ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പൊടിക്കൈകൾ ശ്രമിക്കുന്നുണ്ടോ? അവസരങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ. ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഡയറക്ടർ ആരാണ് അവസരം ചോദിച്ചിട്ടുള്ളതിൽ? പ്രജിത്ത് ചോദിച്ചിട്ടുള്ളതിനകത്ത് ഏതെങ്കിലും ആർട്ടിസ്റ്റ് കൊണ്ടുവിട്ട് അവസരം തരുമോ? ഏതെങ്കിലും ആർട്ടിസ്റ്റ് വിളിച്ചിട്ട് അവസരം തരുമോ? അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. മമ്മൂക്ക കൊടുക്കും. മമ്മൂക്ക ഇത്ര വലിയ ഇതാണെങ്കിലും മമ്മൂക്ക നമ്മുടെ തങ്കച്ചി ചേട്ടൻ തന്നെ കൊണ്ടുപോയ ആളാണ്. അങ്ങനെ കുറെ പേര്. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. നമ്മൾ എന്തായാലും ഇത് പകുതി വെച്ച് നിർത്തിയിരുന്നെങ്കിൽ ഇവിടം വരെ എത്താൻ പറ്റൂലായിരുന്നു. എന്തായാലും ഇപ്പം ഒരു സൈഡ് വാരത്തിന് ഒരു പ്രോഗ്രാം പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് കയറി വരട്ടെ, ആ സൈഡ് വാരം കയറി വരട്ടെ. സിനിമയിലും നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ മിമിക്രിയിലും ജീവിക്കാം, അതുകൊണ്ട് ജീവിക്കാം. തുടക്കകാലം എല്ലാവർക്കും ഉണ്ട്. ഈ തുടക്കകാലത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരിക്കും നമ്മൾ. ഇപ്പം എന്തായാലും പ്രജിത്ത് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ ഞാനും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം, പ്രയത്നം ചെയ്തിട്ടുണ്ടാവാം. അത്ര ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ ഈ സംഭവം എന്ന് പറയുമ്പോൾ മിമിക്രിയുടെ തുടക്കം എന്ന് പറയുമ്പോൾ ഞാൻ 4ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന തട്ടത്തുമല സ്കൂളിലാണ്.
അവിടെ ഞാൻ 4ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ അവിടെ വേറെ ടീമുകളായിരുന്നു മിമിക്രി ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരൻ അർജുൻ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള അർജുൻ അവനൊക്കെ ആയിരുന്നു അവിടെ മിമിക്രി തിളങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഉള്ളിൽ ഈ സംഭവം ഉണ്ട്, എങ്ങനെയും ചെയ്യണം. അതിൻ്റെ അടുത്ത വർഷവും ചെയ്തിട്ടില്ല. അതിൻ്റെ അടുത്ത വർഷവും കലോത്സവം വന്ന് അന്തും ചെയ്തിട്ടില്ല. അതിൻ്റെ അടുത്ത വർഷം ചെയ്ത് എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പം മനസ്സിലായി ഇത് നമ്മക്കൊണ്ടും പറ്റും. ആദ്യം സ്റ്റേജിൽ ചെയ്ത എന്താണ്, എന്ത് കല, അത് മിമിക്രിയിൽ തന്നെ എന്താ ചെയ്തത്? അത് നടിമാരെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. മെയിൽ വോയിസ്. ഓർമ്മയുണ്ടോ ആദ്യം ചെയ്ത ഫീമെയിൽ ആരാണ്? ആദ്യം ചെയ്ത ഫീമെയിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ബിന്ദു പണിക്കര്. ഡയലോഗ് മാറി ഒന്ന് ചെയ്യാം നമുക്ക്. ആദ്യം ചെയ്ത അത് തന്നെ നമുക്കൊന്നുകൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. പഴയ ഞാൻ സുരാജനെ കണ്ടു പഠിച്ച ഡയലോഗാണ് ചെയ്യുന്നത്. എന്നാലും ഓക്കെ ആണല്ലോ അത്. ഈ അതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള നടിമാരിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഏത് നടി ചെയ്തപ്പോഴും, അതായത് നമ്മൾ സ്റ്റാർ ചെയ്യുമ്പം ആൾക്കാർ അംഗീകരിക്കുന്ന ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ? ഏറ്റവും കൂടുതൽ അന്ന് നവ്യ നായർ. നവ്യ ചേച്ചിയുടെ. നവ്യയുടെ ഒന്ന് രണ്ടുപേര്, അതായത് എല്ലാതാണോ? ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടോളൂ, അതാണോ? നവ്യ നായർ രണ്ടുപേര് ഡയലോഗ് പറയും, പാട്ടൊക്കെ രണ്ട് വരിയിടാ, 2 ലൈൻ മതി. ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടോളൂ, ഒരു വരിയും കൂടെ. ഓക്കെ, നവ്യ നായർ ചെയ്യാം. ആൾക്കാരിപ്പോ പൊങ്കാലിടും, അവന് നിർത്താറായില്ല. കുഴപ്പമില്ല, ഇട്ടോട്ടെ. ഒരു പാഴ്മുഖം എൻ്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ ഓടി അനീഷ്ഖാൻ്റെ അടുത്തോട്ടാ വന്നേ. എന്തൊരു ഇൻ്റർവ്യൂ ആണെന്ന് എനിക്കറിയില്ല. എൻ്റെ പൊന്ന് കൃഷ്ണ, ഇതൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. അവൻ എൻ്റെ നെഞ്ചത്ത് ഇടാൻ നോക്കിയതാ. പുതിയ ഡയലോഗ് ഒന്നുമില്ല, അതുകൊണ്ട് അത് കയറ്റി പറഞ്ഞു. എൻ്റെ കൃഷ്ണ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഓ, അത് കുഴപ്പമില്ല. പ്രീത്തെ, നമ്മൾ സിറ്റുവേഷൻസ് മാറി മാറി വരുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ലെവലായി തുടങ്ങുമ്പം അവർക്ക് ഈ മറ്റുള്ളവരെ കാണാതെ പോകുന്ന സമയങ്ങളുണ്ട്. അത് എനിക്ക് അനുഭവസ്ഥനാണ്. അങ്ങനെ ആരെങ്കിലും പ്രജിത്ത് പരിചയപ്പെടുത്തിയിട്ട് ഇപ്പോൾ വിളിക്കുമ്പോൾ, നിലവിലിപ്പം ഹൈലിൽ നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയൊരു വഴിയിട്ട് നമ്മൾ കൊടുക്കുമല്ലോ, ഇന്ന ആളെ വിളിച്ചാൽ മതി എന്തെങ്കിലും പറഞ്ഞാൽ? അങ്ങനെ നമുക്ക് പേര് പറയാൻ പറ്റില്ല, ഒരുപാട് പേര് വേണ്ട, ഒരുപാട് പേരുണ്ട് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പം നല്ല ലെവലിലാണ്. നമ്മൾ ഇങ്ങനെ ബന്ധങ്ങൾ നമ്മളെ വിളിക്കാറുണ്ട്. ചേട്ടാ മറ്റേ ആളുടെ നമ്പർ ഒന്ന് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മളെന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഇവരെ വിളിക്കുമ്പോൾ പിന്നെ അവർ എടുക്കത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും അത് എല്ലാവരും ഒരേപോലെയല്ലോ. പ്രീത്തെ, ഈ സ്ഥലപ്പേര് കൂടെ മാറ്റാറുണ്ട്. ഇപ്പം കൈലാസം മാറാറില്ല. ആദ്യം പ്രജിത്ത് കിളിമാനൂരെന്നായിരുന്നു. ഇപ്പം ഒരു ഇടയ്ക്കൊരു പേരുണ്ട്, ഞാൻ പറയുന്നില്ല, എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞ് അവസാനം അത് വേണ്ട. പക്ഷെ കൈലാസം എന്താണ് സ്ഥലപ്പേരാണ്. എവിടെയാണത്? അത് നമ്മുടെ തട്ടത്തുമല, കൈലാസം കുന്ന് സ്ഥലമുണ്ടല്ലോ. അതൊരു മലയാണോ അത്? നമ്മൾ അതിനടുത്ത് ക്ഷേത്രമൊക്കെ ഉണ്ട്, നല്ല വ്യൂ ആണ് നമ്മളെ നാടായത്. ആദ്യം ഞാൻ അവിടെ താമസം. പക്ഷെ നല്ല മാച്ചിങ് ഉണ്ട് പ്രജിത്ത് കൈലാസം, നല്ലൊരു മാച്ചിങ് ഉണ്ട് അത്. അതുപോലെ തന്നെ ഈ സുഹൃത്തുക്കളുടെ എണ്ണം ഇപ്പം താമസിക്കുന്നത് കാരേറ്റാണ്. കാരറ്റിന്. ഈ നമ്മൾ സ്ഥലങ്ങൾ മാറിയാലും എത്ര സ്റ്റേറ്റ് മാറിയാലും നമ്മുടെ കൺട്രി മാറിയാലും ഫ്രണ്ട്സ് മാറില്ല, അവരെപ്പോഴും കാണും. അങ്ങനെ പറയാൻ പറ്റിയ എത്ര ഫ്രണ്ട് സർക്കുലേഷൻ ഉണ്ട്? ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്ന അനീഷണ്ണ അറിയാലോ, ദീപു നാവായിക്കുളം. എത്ര വർഷത്തെ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്? 10-22 വർഷം ആവും. 10-22 വർഷത്തെ? 22 വർഷം ആവും. വയസ്സ് ആൾക്കാർ അറിയുന്നില്ല. വയസ്സ് അറിഞ്ഞോട്ട് കുഴപ്പമില്ല, അതിനെന്താ. ഈ ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. ദീപു പക്ഷേ കൂടെ നിന്റെ കാര്യങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ടാണ്. എന്തുണ്ടെങ്കിലും ഇപ്പം എനിക്ക് എന്തുണ്ടെങ്കിലും അവനെ വിളിച്ച് പറയാം, അവൻ അതേപോലെ തന്നെ എന്നെ വിളിച്ച് പറയാറുണ്ട്. അപ്പം അങ്ങനെ കുറേ ചങ്കുകളുടെ, അല്ലെങ്കിൽ നാട്ടിലൊക്കെ കുറേ ചങ്കുകളുണ്ടല്ലോ, ഞാൻ കാണാറുണ്ടല്ലോ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നത്. ഏതാണ് സുഹൃത്തുക്കളൊക്കെ? എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. അല്ല ഇപ്പം കൈലാസത്ത്, അല്ല ഇപ്പം കാരറ്റിലൊക്കെ ഉണ്ടോ? കാരറ്റുണ്ട്, കൈലാസം കുന്നിലുണ്ട്. നമുക്ക് എവിടെയായാലും നമ്മളൊരു സ്വഭാവം വെച്ച് പെട്ടെന്ന് നമ്മൾ കമ്പനിയാവും. അങ്ങനെ അത് ശരിയാ, കറക്റ്റ് കമ്പനിയാവും, നല്ല കമ്പനിയാവും. നമ്മൾ എബിനുണ്ട്, പത്തനാപുരം എബിൻ നമ്മളൊരു അനിയനാണ്. ഇനി പ്രാങ്ക് കോളിൽ ഇനി വരാനുള്ള എപ്പിസോഡ്സ് ആരെങ്കിലും ഉണ്ടോ? പ്രാങ്ക് കോളിൽ കൊട്ടേഷനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രയത്നം എങ്ങനെയാ കോൺടാക്ട് ചെയ്യുന്നത് എല്ലാവരും? ഇപ്പം ഈ അനുശ്രീയുടെ സഹോദരൻ എങ്ങനെയാ കോൺടാക്ട് ചെയ്തത്? കണ്ടിട്ട് തന്നെ കോൺടാക്ട് ചെയ്തതാണ്? പുള്ളിക്കാരൻ സനീഷ് ഫേസ്ബുക്കിൽ മെസ്സേജ് ഇട്ടായിരുന്നു. പുള്ളി പറഞ്ഞ് അളിയ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ അനുവിനെ ഒന്ന് പറ്റിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏക്കോ, അവരൊക്കെ ഒരുപാട് പ്രാങ്ക് കണ്ടിട്ടുള്ളല്ലേ. ആയും പോലെ നല്ല ഇടപെടലായിരുന്നു. പക്ഷെ ഫീമെയിൽ വോയിസ് ഒക്കെ കേൾക്കാൻ പക്കയാണ് കേട്ടോ, അതന്നെ, അതൊക്കെ അടിപൊളിയാണ്. ഇപ്പം പ്രയത്ത് എന്തായാലും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, അധികം നീട്ടുന്നില്ല. എങ്കിലും ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അനുവിന് പ്രാങ്ക് കൊടുത്തു. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് ഇനി നമ്മളെ പോലുള്ള കൊച്ചു കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം.
തീർച്ചയായിട്ടും സപ്പോർട്ടുകൾ ഉണ്ടാവും. ചാനൽ വളരട്ടെ. പ്രജിത്തും അതുപോലെ തന്നെ നല്ലൊരു നിലയിലേക്കാവട്ടെ. ഒരു സിനിമ എന്നുള്ള പ്രതീക്ഷ കളയണ്ട. സിനിമ തന്നെയാണ് ലക്ഷ്യം. ഈ പ്രാങ്കിലൂടെ കയറാം ഉറപ്പായിട്ടും. പ്രജിത്തിന് പറ്റിയ കഥാപാത്രങ്ങൾ ഫേസ്ബുക്ക് ഐഡി ഞാൻ പറയാം, പുള്ളി പറയൂല, പ്രജിത്ത് കൈലാസം എന്നാണ്. നീ എന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ, നീ തന്നെ പറയാന്നല്ലേ പറഞ്ഞു. അതിന് മുന്നേ എന്നോട് പറഞ്ഞു ഒരു ഐഡിയും പറയണ്ട, അത് അവൻ തന്നെ പറഞ്ഞോളാന്ന് പറഞ്ഞു. പറ. പ്രജിത്ത് കൈലാസം എന്ന് സെർച്ച് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ ഫോളോ ചെയ്താൽ നമ്മളെ വീഡിയോ. യൂട്യൂബിലില്ലല്ലോ, ഫേസ്ബുക്കിലല്ലേ ഇടുന്നത്? യൂട്യൂബിൽ എൻ്റെ ദീപുവിൻ്റെ ചാനലുണ്ട്, PD മീഡിയ എന്നാണ്. അത് അവരുമായിട്ടുള്ള ഒരു സിറ്റ്കോം പോലത്തെ ഒരു സംഭവം ഇടുന്നത്.